നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നമ്മളിങ്ങനെ സ്നേഹിക്കുന്ന ആളാണ് ഈശോ. ഈശോയേക്കാൾ കൂടുതൽ ഈ ലോകത്ത് മറ്റൊന്നിനും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത്രമാത്രം ഈശോ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോ നമ്മളിങ്ങനെ കാണിച്ചു തരുന്നത് ഈശോയുടെ സഹനത്തിലൂടെയാണ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെയാണ്. ഈശോ ഇങ്ങനെ കുരിശിൻ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈശോ ആ കുരിശിനിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് ഈശോയ്ക്കറിയാം, എൻ്റെ ഈ കുരിശുമരണത്തിന് ശേഷം എൻ്റെ മക്കളെയൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും. പാപം മൂലം മരണത്തിലേക്ക് പോയ എൻ്റെ മക്കളെയൊക്കെ ഈ കുരിശുമരണത്തിന് ശേഷം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ ഇങ്ങനെ സഹനത്തെ വാരി പുണരുക. എന്നിട്ട് ഈശോ നമുക്കിങ്ങനെ ഈശോയുടെ സ്നേഹം കാണിച്ചു തരുക. ഈശോ നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി, എൻ്റെ സ്നേഹിതന് വേണ്ടി എൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. നമ്മൾ പാപികളായിരുന്ന സമയത്ത് ഈശോ നമ്മളെ സ്നേഹിക്കുക. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. അപ്പം ഈശോ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നത് സഹിച്ചുകൊണ്ടാണ്. കുരിശേ തൂങ്ങി 3 ആണികളാൽ പെടഞ്ഞ് മരിച്ചുകൊണ്ടാണ്. ആ കുരിശ് ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടാണ്, മുൾമുടി ശിരസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, ഈ സഹിച്ചുകൊണ്ട് ആ സ്നേഹം നമുക്കിങ്ങനെ കാണിച്ചു തരുന്ന ഈശോയെ നമ്മളും തിരിച്ച് സ്നേഹിക്കുന്നത് സഹിച്ചുകൊണ്ടാണ്. ശരിക്കും ഈ സ്നേഹം ഉള്ളിടത്തെ സഹിക്കാൻ വേണ്ടി പറ്റത്തുള്ളേ. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സഹിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് എൻ്റെ സുഖം, എൻ്റെ ആ ഒരു സാധനം നോക്കും, സ്വാർത്ഥത നോക്കും. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഉള്ളിടത്താണ് ഇങ്ങനെ സഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഇന്ന് ഈ ഇടയ്ക്ക് കേട്ടതാ മിസ്റ്റർ ജമാ ഗൽഗാനിക്ക് എന്തോ രോഗം പിടിപെട്ടെ. അന്നേരം ഈ ജമാ ഗൽഗാനി ഇവരോടത്ത് പറയുക, അവൾ ഒരു കാര്യത്തിൽ മാത്രമേ വാശി പിടിച്ചുള്ളൂ. അവളിങ്ങനെ പറയുക, എനിക്ക് എൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് എന്നെ അനസ്തേഷ്യ തരാതെ എന്നെ സർജറി ചെയ്യണമെന്ന്. അതിനു വേണ്ടി വാശി പിടിച്ചു. എന്നിട്ട് ക്രൂശിതനെ നോക്കിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് അവളിങ്ങനെ സ്നേഹിക്കുക. ഈശോ ഇങ്ങനെ സ്നേഹിക്കുവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്കും കുഞ്ഞു സഹനങ്ങളൊക്കെ കയറി വരും. കുഞ്ഞു സഹനങ്ങൾ ഈശോയായിട്ട് നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി സഹനങ്ങൾ നമുക്ക് തരും. നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് നമുക്ക് സഹനങ്ങൾ കിട്ടും. അല്ലാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സഹനങ്ങൾ. ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ സഹനം എടുക്കുന്നവരുണ്ട്, ഇപ്പോൾ ജമാ ഗൽഗാനിനെ പറഞ്ഞ പോലെ. അപ്പം നമുക്കും അതുപോലെ സഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കാവേ, സഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കാവേ. പ്രൈസ് ദി ലോർഡ്.